-11 ഡിഗ്രി. സമയം 12:40. സോൻമാർഗിലാണ്. 2 ദിവസം ശ്രീനഗർ കറങ്ങി കഴിഞ്ഞിട്ട് പോയത് നേരെ സോനമാർഗിലേക്കാണ്. ചുറ്റും മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന മലനിരകൾക്ക് നടുവിലുള്ള ഒരു പട്ടണം. വിൻ്ററിൽ വിൻ്റർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് സോനമാർഗിലെത്തുന്നത്. വിൻ്ററിലുള്ള ആക്ടിവിറ്റീസായ ബൈക്ക് റൈഡും സ്ലെഡ്ജും പോണി റൈഡും സ്കീയിങ്ങും ഒക്കെ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ടൂറിസ്റ്റുകളെ ഇവർ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതി വേണം ഇവിടെ വരാൻ. വിൻ്ററിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാശ്മീർ, ചുറ്റും മഞ്ഞാണ്. നമ്മളിപ്പോൾ ഉള്ളത് സോൻമാർഗിലാണ്. അപ്പോൾ കാശ്മീരിൽ ശ്രീനഗർ, സോൻമാർഗ്, ഗുൽമാർഗ്, പഹൽഗാം ഇങ്ങനൊരു പാക്കേജ് എടുത്തിട്ട് മഞ്ഞ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോ സീസണിലും കാശ്മീരിൻ്റെ വ്യൂ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാശ്മീരിൽ വന്നത് വിൻ്ററിലാണ്. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു -5 ഒക്കെയാണ് ടെമ്പറേച്ചർ. രാത്രി ഒരു -12 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫുള്ളി പാക്ഡ് ആയിട്ട് നമ്മൾ അതുപോലെ കെയർ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ ടെമ്പറേച്ചറിൽ, ഇപ്പോഴും കൈയൊക്കെ ഉള്ളിലാണെങ്കിലും തണുക്കുന്നുണ്ട്, ഈ ടെമ്പറേച്ചറിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് പോകുന്ന റൂട്ടിലാണ് സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2800 മീറ്റർ ഉയരത്തിൽ. ഇവിടെ പുതിയതായിട്ട് പണിത സോൻമാർഗ് ടണലാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. ഈ ടണൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. കംപ്ലീറ്റ് മഞ്ഞ് മൂടിയ മലനിരകളുടെ ഇടയിലേക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. സിന്ധു നദി ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നതാണെങ്കിൽ സോൻമാർഗ് ടൗണിൻ്റെ എൻട്രൻസിലേക്കും. ടൂറിസം ആക്ടിവിറ്റി മാത്രമുള്ളൊരു ടൗണാണ് സോനമാർഗ്. 2011 സെൻസസ് പ്രകാരം ഇവിടെ സീസണൽ റെസിഡൻസ് ആയിട്ട് 400 പേരിൽ താഴെ മാത്രമാണുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഗാന്ദർബൽ ജില്ലയിലാണ് സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഒരു കവാടമായിരുന്നു സോൻമാർഗ്. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള സോജില പാസിൽ എത്താൻ പറ്റും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് ആളുകളാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നുമൊക്കെ ഇവിടെ എത്തുന്നത്. മലനിരകൾക്ക് നടുവിലുള്ളൊരു പട്ടണമാണ് സോനമാർഗ്. 5000 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സിർബാൽ, കൊൽഹോയി, അമർനാഥ്, മക്കോയി എന്നീ പീക്കുകളാണ് സോനമാർഗിന് ചുറ്റിനുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയാണ് സോനമാർഗ് ടൗണിന് സൈഡിലൂടെ ഒഴുകി പോകുന്നത്. സോനമാർഗ് മെയിൻലി ടൂറിസം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളിൽ ഒട്ടുമിക്ക എല്ലാം തന്നെ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള സ്റ്റേയും ഹോട്ടൽസും ഒക്കെയാണ്. പല റേഞ്ചിലുള്ള ഹോട്ടൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാർ ഹോട്ടലാണ്. റാഡിസൻ്റെ കൺട്രി ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ ടെമ്പറേച്ചർ -12 -11 ഒക്കെയാണ്. നമ്മളിവിടെത്തി ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിലെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 26-27 ഡിഗ്രി ഒക്കെയാണ്. എല്ലാ റൂമിലും ഹീറ്റർ ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്ന വർക്കുകളൊക്കെ തീർത്ത് ഒരു കാവയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഹോട്ടൽ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. എല്ലാ റൂമിലും കോറിഡോറിലും റിസപ്ഷനിലും ഒക്കെ ഇവർ ഹീറ്റർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറാണ്. കാശ്മീർ ചെന്ന് കഴിഞ്ഞിട്ട് ജാക്കറ്റൊന്നും ഇടാതെ ഒരു ബിൽഡിങ്ങിനകത്ത് പോലെ ഇരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ട്, പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂമിൽ ഹീറ്ററും ഇലക്ട്രിക് കെറ്റിലും അതുപോലെ ടോയ്ലറ്റ് ആണെങ്കിൽ 24 hours ചൂടുവെള്ളം കിട്ടുന്ന നല്ല അടിപൊളി ടോയ്ലറ്റും ഒക്കെയാണ്. എല്ലാ റൂമിലും കോറിഡോറിലും ഒക്കെ ഇതുപോലുള്ള ഇലക്ട്രിക് ഹീറ്ററാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിലെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഹോട്ടലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവനിങ് ആയപ്പോൾ ഹോട്ടലിൻ്റെ ഒരു വിഷ്വൽ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഹോട്ടലിന് ചുറ്റും ഇപ്പോൾ വെള്ള നിറമാണ്, മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. മെയിൻ ബിൽഡിങ്ങിൻ്റെ പുറത്ത് 2 ചെറിയ കോട്ടേജ് ഉണ്ട്. നമുക്ക് തണുപ്പൊക്കെ സഹിക്കാമെങ്കിൽ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ചെറുതായിട്ടൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻറ്റും കൂടി ഈ ഹോട്ടലിലുണ്ട്. വെജും നോൺ വെജും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസും പ്രത്യേകിച്ച് സ്പെഷ്യൽ കാശ്മീരി ഡിഷസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഒന്നുകൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഈ ഹോട്ടലിൽ ലേറ്റ് നൈറ്റായിട്ടും ചെക്ക് ഇൻ ചെയ്യാം. നമ്മൾ പാക്കേജ് എടുത്ത് പോകുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണിത്. കാശ്മീരിലെ ചില ഹോട്ടലുകളിൽ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ചെക്ക് ഇൻ അവൈലബിൾ ആയിരിക്കത്തില്ല. ഇത്ര ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്ത് വന്നിട്ട് വെറുതെ കിടന്ന് ഉറങ്ങാതെ സെമീറും ഞാനും കൂടെ ഒന്ന് പുറത്തിറങ്ങി. സെമീർ മഞ്ഞിൽ കളിക്കുന്നുണ്ടോ? പാതിരാത്രിക്ക് ശ്രീനഗറിൽ നിന്ന് കാർഗിൽ വഴി ലേയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ 1ൻ്റെ നടുക്കാണ് ഈ നിൽക്കുന്നത്.
-11 ഡിഗ്രി, സമയം 12:40. സോൻമാർഗിലാണ്, കാശ്മീർ. ഇവിടെ വന്നിട്ട് ജനലിൽ കൂടെ കാണുന്ന വ്യൂ തന്നെ ദേ ഈ കാണുന്നതാണ്. രാത്രി വേറെ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളിൽ ആരും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഈ സമയത്ത്. ഇത്രയും ഭ്രാന്ത് ആർക്കും കാണത്തില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളിങ്ങോട്ട് വരുന്ന കണ്ടിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അധികം സമയം നിൽക്കാതെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഹീറ്ററുള്ള റൂമിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. മഞ്ഞിൽ കുളിച്ച് മഞ്ഞ് ഒഴുകിയിറങ്ങുന്ന കെട്ടിടങ്ങൾ. ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് മഞ്ഞത്തൂടൊക്കെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. നമ്മൾ മേടിച്ച വാട്ടർ പ്രൂഫ് ബൂട്ട് നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് മഞ്ഞിനെ തണുപ്പിനെയൊക്കെ പ്രതിരോധിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ബാഗൊക്കെ തൂക്കി നമ്മുടെ ക്യാമറയും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് ഇവിടെ ചെറുതായിട്ടൊന്ന് കറങ്ങാനിറങ്ങാണ്. ഇവിടുത്തെ യൂണിയൻ ക്യാബിലാണ് നമ്മൾ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോയിട്ടും നമ്മുടെ ബാഗിന് വലിയ കുഴപ്പമൊന്നുമില്ല. മഞ്ഞിനെയും വെള്ളത്തിനെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് കുറേ വിൻ്റർ ഗെയിംസും വിൻ്റർ ആക്ടിവിറ്റീസും ഒക്കെ നന്നായിട്ടുണ്ട്. അത് സ്ലഡ്ജുണ്ട്, അതായത് നമ്മൾ തടിയിൽ ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുന്ന സ്ലഡ്ജുണ്ട്. അതുപോലെ മോട്ടോർ വെഹിക്കിളുണ്ട്, മഞ്ഞിലൂടെ ഓടുന്ന മോട്ടറൈസ്ഡ് ബൈക്ക്. പിന്നെ അതുപോലെ കുറേ കുതിരയുടെ പുറത്ത് നമുക്ക് മഞ്ഞിലൂടെ റൈഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ചുറ്റും മഞ്ഞാണ്. പുറകെ കാണുന്ന സ്ഥലം കണ്ടോ, കംപ്ലീറ്റ് മഞ്ഞ് മൂടിയ മല. അങ്ങ് ടോപ്പ് വരെ മഞ്ഞ്, താഴെ മഞ്ഞ്, വെള്ളം ഒഴുകുന്നതിൻ്റെ സൈഡിലുള്ള പാറയൊക്കെ ആണെങ്കിലും ഫുള്ള് മഞ്ഞ് കംപ്ലീറ്റ് മൂടി. അതുപോലെ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും റൂഫ് കംപ്ലീറ്റ് മഞ്ഞ്. അപ്പോൾ അത്രയും നമ്മുടെ നാട്ടിൽ ഏറ്റവും തണുപ്പെന്ന് പറയുന്നത് ഡിസംബറാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഈ മാർച്ച്, അതായത് മാർച്ച് ഫസ്റ്റ് വരെ ഫെബ്രുവരി ലാസ്റ്റ് വരെയൊക്കെ തന്നെ നല്ല തണുപ്പും മഞ്ഞുമാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും യൂണിയൻ ക്യാബാണെന്ന് പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ യൂണിയനിലുള്ള വണ്ടികൾക്ക് മാത്രമേ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങും ഇവിടുത്തെ ലോക്കൽ ഓട്ടങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രീനഗറിൽ നിന്ന് വരുന്ന ടാക്സിക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഓട്ടങ്ങളൊന്നും പോകാൻ ഇവിടെ പെർമിറ്റ് ഇല്ല. സോനമാർഗിൽ നമ്മളെ കൊണ്ടുപോകാൻ വന്ന വണ്ടി 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം 5 സ്ഥലങ്ങളിലാണ് നമ്മളെ അവർ കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ പോണി റൈഡിനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. കുറച്ച് ജന്തുസ്നേഹം ഉള്ളത് കൊണ്ടും പിന്നെ 90 കിലോ ഒക്കെ കുതിരയുടെ മേളിൽ കയറിയിട്ട് വെറുതെ കുതിരയുടെ പ്രാക്ക് മേടിക്കണ്ട എന്നുള്ളത് കൊണ്ടും കൂട്ടത്തിൽ ആർക്കും തന്നെ പോണി റൈഡിന് വലിയ താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള യൂണിയൻ ക്യാബ് വെഹിക്കിൾസ് എല്ലാം തന്നെ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിരിക്കും. പിന്നെ മഞ്ഞ് കൂടുതലാണെങ്കിൽ ഇവർ ചെയിൻ ഉപയോഗിച്ച് ടയറിൻ്റെ മേളിൽ കെട്ടിയിട്ടാണ് മഞ്ഞിലൂടെ ഡ്രൈവ് ചെയ്യുന്നത്. ലോക്കൽ സൈറ്റ് സീയിങ് എടുക്കുമ്പോൾ ഇതുപോലെ ആളൊഴിഞ്ഞ ഒരുപാട് സ്ഥലത്തൂടെ നമുക്ക് പോകാൻ സാധിക്കും. വലിയ തിരക്കുകളൊന്നുമില്ലാതെ റോഡും മഞ്ഞും മാത്രമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. മെയിൻ റോഡിലൊക്കെ ഒരുപാട് വണ്ടികൾ ഓടുന്നതുകൊണ്ട് റോഡിൻ്റെ സൈഡിലും റോഡിലും ഒന്നും നന്നായിട്ട് മഞ്ഞുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ റോഡിൻ്റെ നടുക്ക് വരെ നല്ല മഞ്ഞായിരിക്കും. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ളിടത്ത് ഡ്രൈവ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. മഞ്ഞ് കുറച്ച് കട്ട പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടി കുറച്ച് നേരം ടയർ സ്കിഡായി കറങ്ങുകയൊക്കെ ചെയ്തു. അതും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മഞ്ഞും മലയും പുഴയും എല്ലാം ഒന്നിച്ചുള്ളൊരു സ്ഥലത്തോട്ടാണ് പിന്നീട് നമ്മൾ പോയത്. അവിടെ പുഴയുടെ നടുക്ക് വരെ നമുക്ക് ഇറങ്ങി നിൽക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യം എല്ലാം ഉണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്നും അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് ഡ്രോൺ വിഷ്വൽസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതേ സ്ഥലം തന്നെ നമ്മൾ വേറൊരു സീസണിലാണ് വരുന്നതെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മലകളുടെ സ്ട്രക്ചർ വെച്ചിട്ട് മാത്രമേ നമുക്ക് ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 2 മലകൾക്കിടയിലുള്ള താഴ്വാരത്തൂടെ സിന്ധു നദിയുടെ പോഷക നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. മഞ്ഞുകാലമാകുമ്പോൾ പൈൻ മരങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഇലയോടെ നിൽക്കുന്നത്. ബാക്കി എല്ലാ മരങ്ങളുടെയും ഇല കൊഴിയും. ഇവിടെ കൂടുതലുള്ളതും ഇതുപോലുള്ള പൈൻ മരങ്ങൾ തന്നെയാണ്. ലോക്കൽ സൈറ്റ് സീയിങ്ങിനായിട്ട് ആളുകളെ കൊണ്ടുവരുന്ന ടൂറിസ്റ്റ് വണ്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 1-2 ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. താഴെ നമുക്ക് 30 രൂപയ്ക്ക് കിട്ടുന്ന കാവയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അതിന് 100 രൂപയാവും. ഇങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളുടെയും വില നിലവാരം. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അത് ഈ ആളുകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് സോൻമാർഗിലെ ഒരു ബ്രിഡ്ജിലേക്കാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പണിയുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ബെയിലി പാലങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്.
സിന്ധു നദിയിലെ വെള്ളം ഡിസംബർ ജനുവരി നന്നായിട്ട് തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഫ്രോസൺ ആയിട്ട് മേളിലൊരു പാളിയായിട്ട് കിടക്കും. അടിയിലെ വെള്ളം നല്ല ഫ്ലോയിൽ പോവുകയും ചെയ്യും. ടെമ്പറേച്ചർ -7 താഴെയൊക്കെ ആണെങ്കിലും ഇപ്പം ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വെള്ളത്തിന് ഒഴുക്കുണ്ട്. ഇതിവിടുത്തെ ഒരു ഫ്ലവർ വാലിയാണ്. വസന്തകാലം ആകുമ്പോഴത്തേക്ക് ഈ മലഞ്ചെരുവിൽ മുഴുവൻ പൂക്കളായിരിക്കും. അങ്ങനെ അവിടെ ഒക്കെ കണ്ട് നമ്മൾ പിന്നെ നേരെ പോയത് താജ്വാസ് ഗ്ലേഷ്യറിനടുത്തുള്ള ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്താണ്. സ്ലഡ്ജിൽ നമ്മൾ കയറിയിരുന്നാൽ ഒരാൾ നമ്മുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെയുള്ളത് ഐസിലോടുന്ന ബൈക്കാണ്. ഇതിന് പല ചാർജാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പെർ ഹെഡ് 700 നോർമൽ റേറ്റ്. ഇന്നത്തെ ദിവസം തന്നെ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും ഒക്കെ ഒരു റൈഡ് എടുത്തവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഹിന്ദി കുറച്ച് അറിയാമെങ്കിൽ കുറച്ച് ബാർഗെയിൻ ചെയ്യാൻ കൂടെ പറ്റുമെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവറേജ് ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് പോകാൻ പറ്റും. 700 എന്നുള്ളത് നോർമൽ റേറ്റാണ്. സാധാരണ നമ്മൾ ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് ബൈക്കാണെന്നേ ഉള്ളൂ. ബൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലില്ല. മഞ്ഞിൽ ഗ്രിപ്പ് കിട്ടുന്ന പോലത്തെ ഒരു ബെൽറ്റാണ് ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. ഏകദേശം 25 ലക്ഷം രൂപ വിലയുണ്ട് ഈ വണ്ടി ഒരെണ്ണത്തിന്. ബൈക്കും സ്ലഡ്ജും ഒന്നുമില്ലാതെ മഞ്ഞിലൂടെ വെറുതെ ഊർന്നിറങ്ങുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയുള്ള മെയിൻ ഒരു ആക്ടിവിറ്റിയാണ് സ്കീയിങ്. സ്കീയിങ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് വേണമെന്നില്ല. അവർ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് വേണമെങ്കിലൊന്ന് വീഴുകയൊക്കെ ചെയ്യാം. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് റീലെടുത്ത് തരാനും ഇവിടെ കുറേ ആളുകളുണ്ട്. അവരതൊരു ഉപജീവന മാർഗമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആളുകൾ വലിക്കുന്ന സ്ലഡ്ജിൽ കയറാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവരുടെ ഒരു ജീവിതമാർഗം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാതിരിക്കാനും തോന്നില്ല. പക്ഷേ ഇവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് മനസ്സിലായത്. സ്ലഡ്ജ് വലിച്ചു തുടങ്ങുമ്പം ഒരാൾ പുറകിൽ നിന്ന് വന്ന് കൂട്ടത്തിൽ ജോയിൻ ചെയ്യും. തള്ളിക്കയറ്റാൻ അയാൾക്ക് 500 രൂപ. ഒരു സ്ലഡ്ജിന് 150 രൂപ പറഞ്ഞുറപ്പിച്ചിട്ടാണ് താഴെ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ എത്തി ഫസ്റ്റ് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഒരു പോയിന്റിന് 150 രൂപയാണ്. അങ്ങനെ 6 പോയിൻ്റ് ഉണ്ടെന്ന്. അങ്ങനെ 150 പറഞ്ഞ സ്ഥാനത്ത് 900 രൂപയാവും. ഇതൊന്നും ആദ്യം ഇവർ പറയത്തില്ല, മേളിൽ എത്തിക്കഴിഞ്ഞാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോൾ തന്നെ സ്ലഡ്ജിലുള്ള യാത്ര അവസാനിപ്പിച്ചിട്ട് 150 രൂപ അവർക്ക് കൊടുത്തിട്ട് അവരോട് സലാം പറഞ്ഞ് നമ്മൾ പിന്നെ അങ്ങ് നടന്നു പോവുകയാണ് ചെയ്തത്. താഴെത്തൊട്ട് മേളിൽ വരെ നല്ല ബൂട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നടന്ന് കയറി വരാവുന്നതേ ഉള്ളൂ. മേളിലേക്ക് വന്ന് തിരിച്ചിറങ്ങി പോകാനാണ് ഒരാളുടെ കയ്യിൽ നിന്ന് 700 രൂപ ചാർജ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത് നായർ സാബ്, തുഷാരം, അതുപോലെ കാശ്മീരം, റോജ. ഈ പടത്തിലൊക്കെയാണ് നമ്മൾ മഞ്ഞുമലയൊക്കെ കണ്ടു തുടങ്ങിയത് ചെറുപ്പകാലത്ത്. അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഒരിക്കലെങ്കിലും വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ശരിക്കും വിൻ്ററിൽ. പക്ഷേ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വേണം വരാൻ. കാര്യം നമുക്ക് ഇപ്പം തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 4 ലെയർ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇതും പോരാ, ഇതിൻ്റെ മേളിലും ഇനിയും ജാക്കറ്റ് വേണം. എങ്കിലേ നമുക്ക് എക്സ്ട്രീം വെതറിൽ വിക്സാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സീസണിൽ നിന്നല്ല, വിൻ്ററിൽ നിന്നല്ല, വേറെ ഏത് സീസണിലാണെങ്കിലും കാശ്മീർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ പാക്കേജ് എടുത്ത് തന്നെ വരുന്നതാണ് ബെറ്റർ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പും അതുപോലുള്ള ഇവിടുത്തെ ട്രാവലും ഒക്കെ നമ്മളായിട്ട് വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ ഹീറ്ററുള്ള റൂം അല്ലെങ്കിൽ നമ്മൾ തണുത്തൊരു വഴിക്കായി പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് അതിനുവേണ്ടി കുറേ വർക്ക് ചെയ്യേണ്ടി വരും. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു പാക്കേജ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഫാൻറ്റാസ്റ്റിക് ട്രാവൽ പ്ലാനിൻ്റെ പാക്കേജിലാണ്. ആർക്കെങ്കിലും ഇങ്ങനെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഫുഡാണ്, നല്ല സ്റ്റേ ആണ്, കാഴ്ചകളെല്ലാം അടിപൊളിയാണ്. ട്രാവലും കംപ്ലീറ്റ്ലി നല്ല എക്സലൻറ്റ് ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ കാശ്മീർ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വരാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി മുകളിലേക്ക് ഒരു കേബിൾ കാർ യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് പെയ്ത്തും. പിന്നെ മഞ്ഞ് വന്നിട്ട് നമ്മുടെ താടിയിലും മീശയിലും ഒക്കെ ഇരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫീലാണ്.